ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങളത് ചെയ്യുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു യാത്രയാണ് കേട്ടോ. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പം എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ ഇറങ്ങിയതാട്ടോ. ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. കാരണം കുറച്ചധികം ദൂരമുണ്ട്, അതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ ഇന്നത്തെ യാത്ര അതിരപ്പള്ളിയിലോട്ടാണ് കേട്ടോ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണേ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം, വായോ. അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ നമ്മൾ നമ്മുടെ വണ്ടിക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടി അവിടെ കൊണ്ടുവന്ന് വഴി സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ പാർക്കിംഗ് ഒന്നുമില്ല. അങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചാലക്കുടിക്കുള്ള ബസ് വന്നു. നമ്മളിവിടെ നിന്ന് ബസ്സിന് കയറി ചാലക്കുടി ചെന്നിട്ട് ചാലക്കുടിയിൽ നിന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ KSRTC ബസ് കിട്ടി. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇന്നൊരു വെറൈറ്റി ആവാം, ബസ്സിനൊക്കെ പോയി ട്രിപ്പ് അടിച്ച് വരാം. അങ്ങനെ നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും ടോൾ പിരിവൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് കടന്നു പോകാം കേട്ടോ. വീണ്ടും ടോൾ പിരിവുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചാലക്കുടിയിലെത്തി. മലക്കപ്പാറയ്ക്കുള്ള ബസ് കിടക്കുന്നുണ്ട്. നമുക്ക് മലക്കപ്പാറയ്ക്കുള്ള ബസ്സിന് കയറി അതിരപ്പള്ളിയിൽ ഇറങ്ങാം കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി. ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങളും മാത്രം, വേറൊരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. സീറ്റെല്ലാം കാലിയാണ് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു കേട്ടോ. ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും ബസ് എടുത്തു. ഇനി ഇവിടെ നിന്ന് ബസ് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബസ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തി. ഒരു കണ്ണ് കാണാൻ വയ്യാത്തൊരു അപ്പാപ്പൻ ലോട്ടറി വിൽക്കാൻ വന്നിട്ടോ. ഒരു ലോട്ടറി എടുത്തിട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടൻ. മോതിരക്കണ്ണി ഒരു സ്ഥലപ്പേരാണ് കേട്ടോ. ചായപ്പൻകുഴി, പിന്നെ വെറൈറ്റി സ്ഥലപ്പേരുകളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടൗണിൽ നിന്നൊക്കെ മാറി ഇനി വനത്തിലൂടെയാണ് യാത്ര. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, സൂക്ഷിക്കാന്നുള്ള സൈൻ ബോർഡ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ വഴി സൈഡിലൊക്കെ പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. പാർക്കിംഗ് ഒന്നും പാടില്ല എന്ന് ബോർഡുണ്ട്. വന്യമൃഗങ്ങളുടെ ഏരിയ ആണെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു തണുപ്പായിരുന്നു കേട്ടോ ഈ വഴി അങ്ങോട്ട് പോകുമ്പോഴേ. നല്ല ഇടതോർന്ന മരങ്ങൾ, തേക്ക്, ഇത് എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വളവുകളൊക്കെ ഉണ്ട്. നമ്മൾ പോയത് കൊന്നക്കുഴി ആ വഴിയാണ് കേട്ടോ. കൊന്നക്കുഴി, വെറ്റിലപ്പാറ, പിള്ളപ്പാറ, അങ്ങനെയൊക്കെ സ്ഥലപ്പേര്. ആ വഴിയാണ് കേട്ടോ നമ്മൾ പോയത്. കുറച്ചിട കാട്ടിക്കിടെ പോകും. അത് കഴിഞ്ഞിട്ടൊരു ഗ്രാമപ്രദേശം വരും. അത് കഴിഞ്ഞ് വീണ്ടും കാടിനുള്ളിൽ കയറും. അങ്ങനെയായിരുന്നു കേട്ടോ വഴി. ഇതുണ്ടോ, തെങ്ങ്, കൃഷിസ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളൊരു ഗ്രാമപ്രദേശത്തോടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാട്ടുവഴി കയറും, വീണ്ടും ഗ്രാമപ്രദേശത്ത് കയറും. അങ്ങനെ ഒരു വഴിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബസ്സിലൊക്കെ നിറയെ ആളുകളുണ്ട് കേട്ടോ. ഇത് ഡയറി ഫാമാണ് കേട്ടോ, പശു ഫാമാണ്. അവിടെ നിറയെ തീറ്റപ്പുല്ലുകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. ഇതൊക്കെ ഇഷ്ടംപോലെ പശുക്കളുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ബസ്സിലായതുകൊണ്ട് അതൊന്നും ഇങ്ങനെയാണല്ലോ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ.
കുറേ തെങ്ങുകൾ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മലയൊക്കെ കാണാം. ഞാൻ ഈ വഴിയായിട്ടും അതിരപ്പള്ളിയിലോട്ടും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളിതാ വീണ്ടും വനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ദാ ആ മഞ്ഞ ബോർഡിൽ ആനയുണ്ടെന്നുള്ള സൈൻ ബോർഡാണ് കേട്ടോ. മൊത്തം തേക്ക് മരമാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഫുള്ള് തേക്കാട്ടോ. റോഡിൻ്റെ ഒരു സൈഡ് കാടും ഒരു സൈഡ് എണ്ണപ്പനത്തോട്ടമാണ് കേട്ടോ. പോകുന്ന വഴി കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അങ്ങനെ കാട്ടുവഴിയിൽ നിന്നൊക്കെ ഇറങ്ങി വീണ്ടും നാട്ടിലെത്തി. എന്താ അവിടെ ഒരു റബ്ബർ തോട്ടം കണ്ടു കേട്ടോ. ഏതോ എസ്റ്റേറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ പോകുന്ന വഴിക്ക് മനോഹരമായൊരു പള്ളി കണ്ടു കേട്ടോ. പള്ളി കണ്ടു. ഇതാ ആ ഒരു കെട്ടിടം കാണാൻ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഓക്കെ, എന്തോ ഹോം സ്റ്റേയോ അല്ലൊക്കെ ആയിരിക്കും, അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പള്ളി വീണ്ടും കണ്ടു കേട്ടോ. അതിൽ ആ മാതാവിൻ്റെ പോലത്തെ രൂപം നമ്മുടെ നാട്ടിൽ ഒരിടത്തുണ്ട് കേട്ടോ.
ഇത് വെറ്റിലപ്പാറ എത്തി. വെറ്റിലപ്പാറ സ്കൂളാണ് കേട്ടോ നമ്മളാ കണ്ടത്. ഇനി നമ്മൾ റോഡിൻ്റെ അങ്ങേ സൈഡ് ഫുള്ളും മറ്റേ എണ്ണപ്പനയാണ് കേട്ടോ. എണ്ണപ്പനത്തോട്ടമാണ്. കിലോമീറ്ററുകളോളം ഇങ്ങനെ എണ്ണപ്പനത്തോട്ടമാണേ. പാം ഓയിലൊക്കെ ഉണ്ടാക്കാനുള്ള എണ്ണപ്പന, പാം ട്രീസ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിൽ വന്ന് ബസ് ഇറങ്ങി കേട്ടോ. ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി. വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ഫുഡൊന്നും അത്ര മെച്ചമല്ലായിരുന്നു, എന്നാലും നമ്മൾ വിശപ്പ് കണ്ട് കഴിച്ചു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ പോവണേ. കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. മലയാളീസ് അല്ല, കർണാടകക്കാരാന്ന് തോന്നുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒരു കൊക്കക്കോളയുടെ കുപ്പി താഴ്പോയി. അതാ കുരങ്ങനെടുത്തിട്ട് പോയിട്ടോ. അതാ വേറൊരു, ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുടെ ശല്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ ഓർത്ത് കടയിൽ ചെന്നപ്പോൾ അതാ കടയുടെ ഫ്രണ്ടിൽ നിറച്ച് പട്ടിക്കൂട്ടം. ഉപദ്രവിക്കൊന്നുമില്ല, എന്നാലും ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം മേടിച്ചു, ഒരു കടല മേടിച്ചു. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. മലയാളികളെക്കാളും കൂടുതൽ അന്യസംസ്ഥാനക്കാരും വിദേശികളൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ കുറേ കുരങ്ങന്മാരിരിപ്പുണ്ട്. ഒരു കുരങ്ങ് മഞ്ചിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് മഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഉള്ളൊരു കുട്ടിക്കുരങ്ങ് അതിന് കിട്ടിയില്ല. അപ്പം നമ്മുടെ കയ്യിലിരുന്ന ഒരു കടലയിട്ട് കൊടുത്തിട്ടോ. അത് പിന്നാലെ കൂടി ലാസ്റ്റ് ഓടി രക്ഷപ്പെട്ടു കേട്ടോ. നമ്മൾ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയൊക്കെ പോയി. അങ്ങനെ നമ്മളിതാ മേലെ നിന്നിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് ആസ്വദിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് കാണാനേ. ഇതാ ഉണ്ടോ ആ കുരങ്ങൻ നമ്മുടെ പിന്നാലെ കൂടി. ഒരു തവണ കടലിട്ട് കൊടുത്താണ് കടലയ്ക്ക് വേണ്ടി വീണ്ടും പിന്നാലെ കൂടി. പിന്നെ നമ്മൾ ആളുകളുടെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടന്നു. അതിൻ്റെ കണ്ണിൽ നിന്ന് മാറിക്കഴിഞ്ഞ് പിന്നെ പിന്നാലെ കൂടിയില്ല കേട്ടോ. ഇവിടെ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. കയറിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല കേട്ടോ. കയറിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കാൻ ഉള്ള വാച്ചർമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ വിസിലൊക്കെ അടിക്കും. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കൽക്കെട്ട് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ റീൽസിലൊക്കെ കാണൂലേ, എത്രയോ വെള്ളം വന്നാലും പോവില്ലാത്ത ഷെഡ്. ഇതാ എൻ്റെ പിന്നിൽ കാണുന്നതാണ് കേട്ടോ ആ ഷെഡ്. അവിടെ നമ്മൾ ഇതിൽ നോക്കാനുള്ള വാച്ചർമാർ അവർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. അവരുടെ വാച്ചിങ് ഏരിയയാണ് അത്. ഞാനിവിടെ ഇങ്ങനെ കടലയൊക്കെ കുറച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളം കുത്തി പതഞ്ഞൊഴുകുമ്പോഴും ആ ഒരു ഷെഡ് അങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്. ആ ഷെഡാണ് ഇതാ കാണുന്നത് കേട്ടോ.
ഇതാണ് ആ ഷെഡ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കയറി പോന്നു കേട്ടോ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കുരങ്ങന്മാരെ ആക്രമിക്കുന്നത്. ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തോട്ടുള്ള ആ താഴ്വശത്തേക്ക് പോവാണ് കേട്ടോ. ഇതിങ്ങനെ വഴിയൊക്കെ വെട്ടിയിട്ട് 2 സൈഡിലും ഇങ്ങനെ മുളയൊക്കെ വെച്ച് കൈവരി പോലെ വേലി പോലെയൊക്കെ തിരിച്ച് നല്ല ഇതാണ്. നമ്മുടെ ഹെയർ പിൻ വളവുകൾ പോലെ ഇങ്ങനെ അങ്ങനെയാണ് കേട്ടോ വഴി വെച്ചേക്കുന്നത്. നല്ല കല്ല് പാകിയ വഴിയാണ്. കുറേ ഇങ്ങനെ ഇറങ്ങി താഴെ ചെല്ലണം. അപ്പോൾ അതാ നമുക്ക് അങ്ങോട്ട് പോകട്ടോ. ഇത് ഫുള്ള് കാടിൻ്റെ അകത്തൂടെയാണ് വഴിയേ. അപ്പം നമ്മളതാ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. നേരെ നോക്കി പോയില്ലെങ്കിൽ ചിലപ്പോൾ കല്ലിലൊക്കെ തട്ടിയടിച്ച് വീഴും. വായിലെ പല്ലിൻ്റെ എണ്ണവും കൈയിൻ്റെ കാലിൻ്റെ മുട്ടിലൊക്കെ തൊലി പെയിൻ്റൊക്കെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാടിൻ്റെ ഉള്ളിലൂടെ ഉള്ള വഴിയാണ് കേട്ടോ. ഫുള്ള് കാടാണ്. പിന്നെ ഇടതൂർന്ന മരങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ആൾക്കാരൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നവരുമുണ്ട്, കയറി വരുന്നവരുമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഒരു ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ചിങ് ഉണ്ടായിരുന്നു. ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ചെറിയൊരു ജലദോഷം കണക്ക് നമുക്ക് മൂക്കൊലിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ഇതാ ഒരു കുഞ്ഞുവാവ ചേട്ടൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നു. ഒരു കുഞ്ഞുവാവനെ ഒരു ചേട്ടൻ എടുത്തിട്ട് പോകുന്നു. അങ്ങനെ നമ്മളങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. കുറേ ഇറങ്ങി പോകാനുണ്ടേ. ഇറങ്ങിപ്പോക്ക് സുഖമാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടോ. ഇവിടെ നിന്ന് കാണണം നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചടുത്ത് വരെ പോവാട്ടോ. ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നല്ല മനോഹരമായ വെള്ളച്ചാട്ടമാണ് കേട്ടോ അതിരപ്പള്ളി. നമ്മൾ ഇതുവരെയും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ് കേട്ടോ. ഞാനിത് സിനിമയിലും പാട്ട് സീനുകളിലൊക്കെയാണ് അതിരപ്പള്ളി കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നേരിട്ട് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വെള്ളം കുത്തിച്ചാടി പാല് പോലെ പതിഞ്ഞൊഴുകുന്നു. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ നിന്ന് സെൽഫി എടുക്കൽ, ഫോട്ടോ എടുക്കുന്നു, റീൽസ് എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളും അവിടെ ഇങ്ങനെ അടുത്ത് പോയേ. വെള്ളച്ചാട്ടത്തിനടുത്ത് കയറിനിപ്പുറം നിന്നിട്ട് നമ്മളൊന്ന് അടുത്ത് അവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ മഞ്ഞ് പോലെ മുഖത്തോട്ടടിക്കുക. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് തണുക്കും. വെയിലാണെങ്കിലും നല്ല തണുപ്പ് തോന്നുമേ. കാരണം വെള്ളത്തിൻ്റെ ഇങ്ങനെ മഞ്ഞ് പോലെ നമ്മുടെ ദേഹത്തോട്ടടിക്കുകയല്ലേ.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയൊക്കെ ആവോളം ആസ്വദിച്ചു. ഇനി നമ്മൾ ഈ ഇറങ്ങിയ ഇറക്കമെല്ലാം തിരിച്ച് കയറണമല്ലോ. അങ്ങനെ തിരിച്ച് കയറുവാണ് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നല്ല ഉത്സവമായിരുന്നു. ഞങ്ങൾ തിരിച്ച് കയറാനാണ് ഇത്തിരി. കുറേ ആൾക്കാർ കയറി പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മടുത്താൽ നമുക്ക് ഇരിക്കാൻ അവിടെ ഇങ്ങനെ മുളയും കൊണ്ടുള്ള ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബെഞ്ചിലിരുന്നു. മടുക്കുമ്പം നമ്മൾ ഇരിക്കും, എന്നിട്ട് വീണ്ടും നടക്കും. അതായിരുന്നു കേട്ടോ പരിപാടി. അന്ന് നമ്മൾ മേളിൽ വന്നു കേട്ടോ. ഇവിടെ ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. നല്ല വൃത്തിക്കാണ് ടോയ്ലറ്റൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ വന്ന് ഇങ്ങനെ കുളവാക്കി ഇടരുത്. ഇതാണ് ലേഡീസ് ടോയ്ലറ്റ്. നല്ല വൃത്തിയാണ് കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് തിരിച്ച് കയറി വീണ്ടും തിരിച്ച് പോരുവാണേ. ഈ മുള പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ സിമൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം അത് മുളയാന്ന് വിചാരിച്ചു, പക്ഷേ സിമൻ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടിക്കിടെയൊക്കെ നമ്മളിങ്ങനെ വട്ടത്തിൽ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടേക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ വെള്ളമോ ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുരങ്ങന്മാർ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോവാതെ നോക്കണമെന്ന് മാത്രം. നല്ല പച്ചപ്പാർന്ന മരക്കൂട്ടം, നല്ല ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ് കേട്ടോ. താഴേക്ക് പോയ ആളുകളൊക്കെ കയറി വരുന്നുണ്ട്. പുഴ താഴേക്കൂടെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ റോഡിലെത്തി. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാശി പിടിക്കാനുള്ള അത്രയും കടകളുണ്ട് കേട്ടോ. എല്ലാം ഈ ടോയ്സ്, പാവകൾ അങ്ങനെയുള്ള കടകളാണ് കേട്ടോ ഏറ്റവും കൂടുതലേ. ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഒന്നും മേടിച്ചില്ല. എല്ലാം ഈ പാവകളൊക്കെയുള്ള കടകളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. എല്ലാ കടയിലും പാവകളുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ തിരിച്ച് ചാലക്കുടിക്ക് പോകാനുള്ള 2 ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഏത് ബസ്സാണ് ആദ്യം പോകുന്നതെന്ന് അറിയത്തില്ലാത്ത നമ്മൾ നിൽക്കുകയാണേ. എന്നതാ ആദ്യം എടുത്ത ബസ്സിൽ നമ്മൾ കയറി പോവാണ് കേട്ടോ. തിരിച്ച് നമ്മൾ പ്രൈവറ്റ് ബസ്സിനാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സാണ്, നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് പോകാമല്ലോ. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു, കാഴ്ചകളൊക്കെ കണ്ടു, നല്ല രസമായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിനി വീട്ടിലെത്തുമ്പോൾ ഒരു നേരം ആകുമേ. ഇനി അങ്ങോട്ട് എണ്ണപ്പനത്തോട്ടമാണേ. എണ്ണപ്പനത്തോട്ടത്തിൽ ആനയൊക്കെ വരും കേട്ടോ. എണ്ണപ്പനകളൊക്കെ ആന കുത്തിമറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിലൂടെയൊക്കെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് എണ്ണപ്പനകൾ ആന കുത്തി മറിച്ചിട്ടിരിക്കുന്നത് കണ്ടു കേട്ടോ. ഇത്രയും വലിയ എണ്ണപ്പന ആന കുത്തി മറിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ വന്ന് നിസ്സാരം ഒരു തെങ്ങ് മറിക്കുന്നതാണ് വലിയ കാര്യമായിട്ട്. ഉണ്ടോ, അതൊക്കെ ആന കുത്തി മറിച്ചിട്ട് ചവിട്ടി പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഈ അടുത്തിടയ്ക്കെങ്ങാണ്ട് വന്നാൽ തോന്നുന്നു, എന്നാൽ ഇലയൊക്കെ വാടിയിട്ട് കൂടിയില്ല. അങ്ങനെ എണ്ണപ്പനത്തോട്ടങ്ങളോടെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്കൂടെ തന്നെയാണ് തിരിച്ചും പോകുന്നത്.
ഈ എണ്ണപ്പനത്തോട്ടത്തിൽ നിറച്ച് കന്നുകാലികളെ മേയാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. പശു പോത്തുകളൊക്കെ മേയുന്നുണ്ട് കേട്ടോ. ഇതിന് ഇതിലേക്കായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പം കന്നുകാലികൾക്ക് വെള്ളം കുടിക്കാനുള്ളതായി ഇഷ്ടംപോലെ പുല്ലും ഉണ്ട് കേട്ടോ. ഒരുപാട് കന്നുകാലികളൊക്കെ മേയുന്നുണ്ട്. ഇതിൽ സോളാർ ഫെൻസിങ് ഒക്കെ പോയിട്ടുണ്ട്, പക്ഷേ അതിൽ വലിയ കാര്യമൊന്നും തോന്നില്ല. പുല്ലൊക്കെ കയറി ഒരുവിധമൊക്കെ നശിച്ചും പൊട്ടിപ്പറിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്താ എണ്ണപ്പനത്തോട്ടത്തിന് നടുവിലൂടെ ഒരു വഴി അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ ആന മറിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. ആന വന്നിട്ട് കുത്തിമറിക്കുന്നതാണ്. ചാലക്കുടിപ്പുഴയാണ് കേട്ടോ താഴെ കാണുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് വെള്ളമൊഴുകി വരുന്ന ചാലക്കുടിപ്പുഴയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നമ്മുടെ നാട്ടിലെ രജിസ്ട്രേഷനിൽ ഒരു വണ്ടി കണ്ടു കേട്ടോ, KL 38. ഈ KL 38 കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കും കേട്ടോ, നമ്മുടെ നാട്ടിലെ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് കേട്ടോ. എന്താ ഒരുപാട് എണ്ണപ്പനകൾ ആന മറിച്ചിട്ടിരിക്കുന്നത് കണ്ടോ. അവർക്കും ജീവിക്കണ്ടേ അല്ലേ, കണ്ടോ എന്തോരമാണെന്ന് നോക്കി.
ഇതാണ് കേട്ടോ സിൽവർ സ്റ്റോമേ. അത് സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ടൂർ വരുന്ന സ്ഥലം സിൽവർ സ്റ്റോം. അങ്ങോട്ട് പോയപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി വന്നപ്പോഴത്തേനും ബസ് ഇവിടെ പാസ് ചെയ്ത് പോയായിരുന്നേ. ഇതാ കാണുന്ന പന ഈ അടുത്ത ദിവസം എങ്ങോ മറിച്ചതാണ് കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ ഇപ്പോഴും പച്ചയായിട്ട് തന്നെ ഇരിക്കുവാണേ. ഇത് തുമ്പൂർ മൂഴിയാണ് കേട്ടോ. തുമ്പൂർ മൂഴി ഡാം ആണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രീം വേൾഡ്. പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ വീഡിയോ ഓണായി വന്നത് കേട്ടോ. ജസ്റ്റ് മിസ്സായിപ്പോയി. അങ്ങനെ ദാ നമ്മൾ തിരിച്ച് ചാലക്കുടി എത്തിയിട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ബസ്സിന് മണ്ണുത്തി പോകണം. നമ്മുടെ വണ്ടിയൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? ഇതാ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ ചാലക്കുടി സുരഭി തിയേറ്റർ. നമ്മൾ പ്രൈവറ്റ് ബസ്സിന് വന്നതുകൊണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് കേട്ടോ. അപ്പം എന്താ ബസ് അങ്ങനെ സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ KSRTC സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് അടുത്ത KSRTC ബസ്സൊക്കെ പിടിച്ചു നമ്മൾ തിരിച്ച് പോരുവാണ് കേട്ടോ. അപ്പോഴത്തേനും നേരം സന്ധ്യയായിട്ടോ. അതാ നമ്മൾ തിരിച്ച് വലിയക്കരയിലെത്തിയിട്ടോ. തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൂടെ നല്ല ക്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സന്ധ്യയോടുകൂടി തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം. നമ്മളെ വണ്ടി വഴിയരികിലിരിക്കുകയാണല്ലോ, കുഴപ്പമില്ല, നമുക്ക് വണ്ടിക്ക് എടുത്ത് പോവാം. അങ്ങനെ ഇതാ നമ്മൾ ബസ് മണ്ണുത്തി എത്തി, ബസ് ഇറങ്ങിട്ടോ. നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് നടന്നു പോവുകയാണേ. ഇതാ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തു. ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ഞാൻ ഇവിടെ പപ്പടത്തിൽ കൊതുക് വന്നിരിക്കുന്നു. ബിരിയാണി വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രാ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ. അതുവരേക്കും ബൈ ബൈ.